കാർമിക് ഡെപ്റ്റ്, കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ പലപ്പോഴും ഈ ലോകത്ത് തന്നെ അനുഭവപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ നല്ല കർമ്മങ്ങൾ ചെയ്തും സന്തോഷത്തോടും മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിറവേറ്റിയും ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കാർമിക് ഡെപ്റ്റ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ജന്മാന്തരങ്ങൾ കഴിഞ്ഞു പോലും കാർമിക് ഡെപ്റ്റ് നമ്മളെ ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കണ്ട ഒരു മെസ്സേജ്. അച്ഛൻ പടുവൃദ്ധനായി, അമ്മ നേരത്തെ തന്നെ മരിച്ചു, കൂടെയുള്ളത് 2 ആൺമക്കൾ മാത്രം. അച്ഛനെ പരിചരിച്ച് അവർ മടുത്തു. അച്ഛൻ ഉടനെങ്ങും മരിക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. ചേട്ടനൊരു ബുദ്ധി തോന്നി. നമുക്ക് അച്ഛനെ ഗംഗയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയാലോ? ഗംഗാ സ്നാനമെന്ന് കേൾക്കുമ്പോൾ തന്നെ അച്ഛനത് സന്തോഷമാകും. അതെന്തിനാ? അനുജന് സംശയം. ഗംഗയുടെ ഒഴുക്ക് നിനക്കറിയില്ലേ? അച്ഛനെ മുക്കുമ്പോൾ നാം പതുക്കെ കൈയൊന്ന് അയച്ചാൽ മതി. അച്ഛനെ ഗംഗ കൊണ്ടുപോയിക്കോളും. ആർക്കും സംശയം തോന്നുകയുമില്ല. അനിയന് പദ്ധതി ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, ശരിയാ, ഗംഗയിലായതുകൊണ്ട് അച്ഛന് സ്വർഗവും കിട്ടും. ഇരുവരും അച്ഛനോട് പിറ്റേ ദിവസം ഗംഗാ സ്നാനത്തിന് പോകാമെന്ന് അറിയിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം കസേരയിലിരുത്തി അവർ അച്ഛനെ ഗംഗയുടെ തീരത്ത് എത്തിച്ചു. കുതിച്ചു പായുന്ന ഗംഗ. മക്കൾ കടവിൽ തന്നെയും കൊണ്ട് ഇറങ്ങാൻ വട്ടം കൂട്ടുന്നത് കണ്ട് പിതാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ വേണ്ട, കുറച്ചുകൂടി മുകളിലുള്ള കടവിൽ എന്നെ കുളിപ്പിച്ചാൽ മതി. അതെന്താ അച്ഛ അങ്ങനെ? മക്കൾ ഒരു കാളലോടെ തിരക്കി. തങ്ങളുടെ മനസ്സിലിരിപ്പ് അച്ഛൻ അറിഞ്ഞോ എന്ന് ആശങ്കപ്പെട്ടു. മാത്രമല്ല, മുകളിൽ ഇതിന്റെ ഇരട്ടി ഒഴുക്കുമാണ്. മക്കളുടെ പരിഭ്രമമുള്ള മുഖത്ത് നോക്കി പിതാവ് മെല്ലെ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ അവിടെയാ അവസാനം കുളിപ്പിച്ചത്. നാം കൊടുത്തതേ നമുക്ക് കിട്ടൂ എന്ന സുപ്രധാനമായ സന്ദേശമാണ് ഈ മെസ്സേജിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ നല്ലത് പ്രവർത്തിച്ചാൽ നമ്മളിലേക്ക് നല്ലത് തിരിച്ചു വരും. നമ്മൾ മോശമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ഏറ്റവും നല്ലത് പ്രവർത്തിക്കുവാനും കാർമിക് ഡെപ്റ്റ് ഇല്ലാതെ മനസ്സമാധാനത്തോടെ ജീവിക്കുവാനും സംതൃപ്തിയോടെ ജീവിച്ചു തീർക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ശുഭദിനം നേരുന്നു.